ഹലോ ഗൈസ്, ജഫോടെക്കിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ എങ്ങനെ നമുക്ക് മോണിറ്റൈസേഷൻ ആക്കാനാവും, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. മോണിറ്റൈസേഷൻ്റെ ആ ഒരു ഓപ്ഷൻ എനേബിളായി കിട്ടിയതിന് ശേഷമല്ല, എങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ, ആ ഫേസ്ബുക്ക് പേജ് നമുക്ക് മോണിറ്റൈസേഷൻ ആക്കാനോ, അല്ലെങ്കിൽ പ്രൊഫഷൻ മോഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആക്കാനോ, ക്രൈറ്റീരിയ നമുക്ക് എങ്ങനെ കംപ്ലീറ്റ് ആക്കാനാവും. ഈ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, യൂട്യൂബിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് ക്രൈറ്റീരിയസ് ഉണ്ട് അല്ലേ. അതായത് 4000 മണിക്കൂർ കംപ്ലീറ്റ് ആക്കണം, അല്ലെങ്കിൽ 90 ദിവസത്തിൽ 1 കോടി വ്യൂ കംപ്ലീറ്റ് ആകണം, എൻഗേജ്ഡ് വ്യൂസ് കംപ്ലീറ്റ് ആകണം. ഇതൊക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് അറിയാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ ആവും. പക്ഷേ ഫേസ്ബുക്കിനകത്ത് ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ് സത്യം അല്ലേ. എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, നമ്മൾ എന്ത് ചെയ്താലാണ് ഫേസ്ബുക്കിനകത്ത് മോണിറ്റൈസേഷൻ ആകുന്നത്. ഫേസ്ബുക്കിന് ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ആകുന്നത്? നിങ്ങൾക്കറിയാം, നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ അല്ല, എങ്ങനെയാണ് നമുക്ക് വരുമാനം ഉണ്ടാക്കുക, നമ്മുടെ ജീവിതശൈലിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുക. നമ്മൾ പണിയെടുക്കുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു വരുമാനം നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ഉപകാരമായിരിക്കും. അങ്ങനെയാണ് കൂടുതൽ ആൾക്കാരും, വീട്ടമ്മമാരും, പിന്നെ ചേട്ടന്മാരും, ചേച്ചിമാരും, അനിയത്തിമാരും, ചെറിയ കുഞ്ഞുമക്കളെല്ലാവരും യൂട്യൂബിൻ്റെ അകത്തും ഫേസ്ബുക്കിൻ്റെ അകത്തൊക്കെ വർക്ക് ചെയ്യുന്നത്. ഞാനടക്കമുള്ള ആൾക്കാർ എല്ലാവരും വർക്ക് ചെയ്യുന്ന അതിന് വേണ്ടി തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ഇൻകം കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ, ഒരുപാട് പ്രശ്നങ്ങളുള്ള മനുഷ്യന്മാരാണ്. അവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരും ജീവിതത്തിനകത്ത്. അപ്പം ഞാൻ പറഞ്ഞു വെറുപ്പിച്ചുകൊണ്ട് പോകുന്നില്ല. ഫേസ്ബുക്കിൻ്റെ അകത്ത് നമുക്ക് മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ആദ്യത്തെ ഫസ്റ്റ് ട്രിക്ക് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ അകത്ത് നിങ്ങൾ കൂടുതൽ എൻഗേജ്ഡ് ആവുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് നിങ്ങളിപ്പോൾ ഫേസ്ബുക്കിൻ്റെ അകത്ത് യൂട്യൂബിനകത്ത് നമ്മൾ ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി, നമുക്ക് മോണിറ്റൈസേഷൻ ആയി. നിങ്ങൾ അത്ര എൻഗേജ്ഡ് ആയില്ലെങ്കിലും നിങ്ങളുടെ വീഡിയോ ഏതെങ്കിലും ഒന്ന് ഒറ്റ വീഡിയോ കയറിപ്പോയി ആ ഒരു മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ വയലേഷൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആവും. പക്ഷേ യൂട്യൂബിനേക്കാളും ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഫേസ്ബുക്ക്. ഞാൻ ആദ്യം യൂട്യൂബിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു യൂട്യൂബാണ് കൂടുതൽ പ്രശ്നങ്ങളുള്ളത്, ഫേസ്ബുക്ക് അത്ര പ്രശ്നമുള്ള കാര്യമല്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഫേസ്ബുക്കിലോട്ട് വന്ന സമയത്താണ് നമുക്ക് മനസ്സിലാകുന്നത് യൂട്യൂബിനേക്കാളും കൂടുതൽ പ്രശ്നങ്ങളുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഫേസ്ബുക്ക്. കാരണം മൈന്യൂട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ കോപ്പിറൈറ്റ് വരും. പക്ഷേ കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കത് റവന്യൂ ഷെയറിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സംഭവം ഒഴിവായി പോകും. പക്ഷേ ചെറിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു വയലേഷൻസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ നമ്മളെ കൊണ്ട് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അത് അവർ തന്നെ നമുക്ക് ഒഴിവാക്കിക്കണം. അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ തന്നെ, മോണിറ്റൈസേഷൻ കട്ടായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടാൻ നമുക്ക് പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് ഓപ്ഷൻസ് ഇല്ല. അത് അവർ തന്നെ അതിൻ്റെ ആ വയലേഷൻ്റെ ടൈം കഴിയുമ്പോൾ നമുക്ക് തന്നെ തരണം. ഓക്കെ, യൂട്യൂബിലൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, നമുക്ക് ആദ്യത്തെ ട്രിക്ക് എന്ന് പറയുന്നത്, നമ്മൾ ഫേസ്ബുക്കിൻ്റെ അകത്ത് നല്ല രീതിയിൽ എൻഗേജ്ഡ് ആവുക എന്നുള്ളതാണ്. എൻഗേജ്ഡ് ആകുമ്പോൾ എങ്ങനെ എൻഗേജ്ഡ് ആവണം? അതായത് നിങ്ങളിപ്പോൾ ഒരു എല്ലാ ദിവസവും റീൽസ് ഇടുന്ന ആളാണ്, ഒരു കാര്യമില്ല. നിങ്ങൾ എല്ലാ ദിവസവും ഫേസ്ബുക്കിനകത്ത് റീൽസ് മാത്രം ഇട്ടുകൊണ്ടിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് അവിടെ വീക്ക്ലി ചലഞ്ച് എന്നുള്ള സാധനം കാണിക്കുന്നുണ്ട് അല്ലേ. എല്ലാ ആഴ്ചയിലും എല്ലാ മാസത്തിലും നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു വീക്ക്ലി ചലഞ്ച് നിങ്ങൾ കംപ്ലീറ്റ് ആക്കി 100% തന്നെ കംപ്ലീറ്റ് ആക്കി മുന്നോട്ട് പോകാൻ നോക്കുക. അത് ഞാൻ പറയുന്നതിൻ്റെ കാര്യം വേറൊന്നുമല്ല. അവിടെ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, എല്ലാ ദിവസവും നിങ്ങൾക്ക് റീൽസ് ഇത്ര പോസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കമൻറ്റുകൾ, നമ്മൾ സാറിന് മസിൽ പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ ഫേസ്ബുക്കിനകത്ത് റീച്ച് ആകത്തില്ല. നമ്മൾ മസിലൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നല്ല രീതിയിൽ നമ്മൾ അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യണം. നമ്മളെല്ലാവരും കമൻറ്റ് വരുന്ന സമയത്ത് നമ്മൾ ആ കമൻറ്റിന് റീപ്ലൈ കൊടുക്കണം. മറ്റുള്ള ആൾക്കാരുടെ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്ന സമയത്ത് അതിന് നമ്മൾ കമൻറ്റ് കൊടുക്കുക. ഇങ്ങനെ നല്ല രീതിയിൽ ഫേസ്ബുക്കിൽ എൻഗേജായി നിൽക്കുന്ന ഫേസ്ബുക്ക് പേജുകൾക്കാണ് ഫേസ്ബുക്ക്, എൻ്റെ യൂട്യൂബിൻ്റെ സർവീസ് യൂട്യൂബ് വായി വരും ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ തരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഫോട്ടോസിന് വലിയൊരു പ്രാധാന്യമുണ്ട് ഫേസ്ബുക്ക് മോണിറ്റൈസേഷന്. നമ്മൾ വിചാരിക്കും നമ്മൾ യൂട്യൂബിനകത്ത് ഈ ഒരു എന്താ പറയുക, റീൽസ് അപ്ലോഡ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ ഫേസ്ബുക്കിനകത്ത് ഭയങ്കര പ്രാധാന്യമാണ്. മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ വരുമാനം കിട്ടുന്ന ഒരു സംഭവമാണ് ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ. ഞാൻ അതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ തന്നെ അതിന് എൻഗേജഡ് ആയി അല്ലേ. ആ ഒരു വ്യൂസ് എൻഗേജഡ് ആയിട്ട് കിട്ടും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഒരു 3 സെക്കൻഡ് നിന്ന് കഴിഞ്ഞാൽ അത് എൻഗേജഡ് ആയി, ആ ഫോട്ടോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ. അതേസമയം ഒരു റീൽസിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ അത് എൻഗേജഡ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം അതിൻ്റെ അകത്ത് നിൽക്കണം. അത് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ചിലപ്പോൾ കിട്ടണമെന്നില്ല. പക്ഷേ ഫോട്ടോസിൻ്റെ അകത്ത് കൂടുതൽ എൻഗേജ്മെന്റ് നമുക്ക് ഫേസ്ബുക്കിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട് ഫോട്ടോസ് അപ്ലോഡ് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, നിങ്ങൾ കൂടുതൽ മോണിറ്റൈസേഷൻ കുറച്ച് എളുപ്പത്തിലാക്കാനുള്ള പരിപാടി പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ ഫോട്ടോസ്, ഒരു ദിവസം 2 ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. അതിന് നല്ല നല്ല ആൾക്കാരെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയ കുറച്ച് എന്തെങ്കിലും കാര്യങ്ങൾ എഴുതി കൊടുത്തിട്ട് ആ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നത്, ടൈറ്റിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ എഴുതി കൊടുത്തിട്ട് പോസ്റ്റ് ചെയ്യിപ്പിച്ചാൽ ആ ഒരു
എഴുതി കൊടുത്ത് വായിക്കുന്ന ആ ഒരു ടൈം, നമുക്ക് ആ ഒരു എൻഗേജ്മെന്റ് നമുക്ക് ആ ഒരു ഫോട്ടോയിൽ കിട്ടും. എത്ര സമയം നമ്മുടെ ആൾക്കാർ ആ ഒരു ഫോട്ടോസിനാണ് നിൽക്കുന്നു, അതിനനുസരിച്ച് ഫോട്ടോസ് നല്ല രീതിയിൽ റീച്ച് ആയി പോകും. എൻ്റെ ഉദാഹരണമാണ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോസിൻ്റെ അകത്ത്. എൻ്റെ ഫോട്ടോസിനാണ് എനിക്ക് കൂടുതൽ ഫേസ്ബുക്കിനകത്ത് വരുമാനം കിട്ടുന്നത്. അല്ലാണ്ട് റീൽസിനേക്കാളും കൂടുതലായിട്ട് ഫോട്ടോസിനാണ് കിട്ടുന്നത്. ഫോട്ടോസ് 8 ലക്ഷം 10 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് പോകുന്ന സമയത്ത് നമുക്ക് അതിന് നല്ല രീതിയിലുള്ള എൻഗേജ്മെന്റും നമുക്ക് വരുമാനവും കിട്ടുന്നുണ്ട്. അപ്പോൾ മോണിറ്റൈസേഷൻ എളുപ്പമാക്കാൻ പറ്റുന്ന കാര്യമാണ് ഒന്ന് എൻഗേജ്മെന്റ് കൂട്ടുക എന്നുള്ളത്. അത് നമ്മൾ ഒന്നാമത്തെ കാര്യം, നമ്മൾ കൂടുതലായിട്ട് ഫേസ്ബുക്കിനകത്ത് എൻഗേജ്ഡ് ആവുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫോട്ടോസിന്റെ റീൽസിന്റെ എന്തിൻ്റെ ആയാലും അതിന്റെ എൻഗേജ്മെന്റ് കൂട്ടുന്ന രീതിയിലുള്ള ചെയ്യുക. ആ ഒരു ഓപ്ഷൻ നമുക്ക് എന്താണോ മനസ്സിലുള്ള കാരണം അത് നമ്മൾ പൂർത്തിയാക്കാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പരമാവധി ഫോട്ടോസിന് നല്ല എഴുത്ത് കൊടുത്ത് കാര്യങ്ങൾ കൊടുത്ത് ചെയ്യുക. നിങ്ങൾ റീൽസ് എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുക. എല്ലാ ദിവസവും തന്നെ റീൽസ് അപ്ലോഡ് ചെയ്യുക, ഓരോ റീൽസ് ഇടുക. പിന്നെ ആഴ്ചയിൽ ഒരു 2 ലോങ് വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന നമുക്കറിയാം, ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ യൂട്യൂബിൽ എന്തായാലും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അത് സെയിം എടുത്തിട്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്താൽ മതി. വേറെ പ്രത്യേക പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അത് എടുത്തിട്ട് മ്യൂസിക് ആഡ് ചെയ്ത സംഭവമാണെങ്കിൽ നേരെ ഫേസ്ബുക്കിലോട്ട് അടുത്ത് അപ്ലോഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഒരാഴ്ചയിൽ ഒരു 2 തവണയെങ്കിലും ഫേസ്ബുക്കിനകത്ത് ലൈവ് പോവുക. ഒരാഴ്ച 2 പ്രാവശ്യമെങ്കിലും ഫേസ്ബുക്കിനകത്ത് ലൈവ് പോവുക. എല്ലാ ദിവസവും ഈ ഫോട്ടോ ഇടുന്ന കൂട്ടത്തിൽ അത് സ്റ്റോറി ആക്കി കൂടി ഇടുക. ഓക്കെ, സ്റ്റോറി ആക്കിയും കൂടി ഇടുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് തന്നെ ഉറപ്പാണ് നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് പെട്ടെന്ന് തന്നെ മോണിറ്റൈസ് ആയിരിക്കും. ഒരു സംശയമില്ല. കാരണം ഞാൻ ചെയ്ത കാര്യമാണ്. ഞാൻ എൻ്റെ ടെക്കിനകത്ത് ഈ ഒരു എഫോർട്ടിനകത്ത് യൂട്യൂബിൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് യൂട്യൂബിനകത്ത് വീഡിയോസ് ആയിട്ടിരുന്നത്. അതേപോലെ തന്നെയാണ് ഫേസ്ബുക്ക് ഞാനിപ്പം വന്നതേ ഉള്ളൂ, അധികം കാലമായിട്ടില്ല തുടങ്ങിയിട്ട്. ഫേസ്ബുക്കിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മോണിറ്റൈസേഷൻ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. മോണിറ്റൈസേഷൻ്റെ സർവീസൊക്കെ ഫേസ്ബുക്കിനൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്നത്. അപ്പോൾ ആരും പറഞ്ഞു തന്നിട്ടോ കണ്ടിട്ടോ അല്ല, നമ്മൾ നമ്മുടേതായ അനുഭവത്തിൽ നിന്നാണ്. അപ്പോൾ അത് ഫേസ്ബുക്കിൻ്റെ ആയാലും യൂട്യൂബിൻ്റെ ആയാലും സർവീസുകൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ ഇവിടെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്ത് പോവുക. ഉറപ്പായിട്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് അതിന് താമസത്തിലാണ് തന്നെ മോണിറ്റൈസേഷനായി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസത്തെ വീഡിയോ കാണാം. ബൈ.